ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു താലൂക്ക് ആശുപത്രി, ആ താലൂക്ക് ആശുപത്രി വക്കപ്പ് ഇപ്പം അവകാശവാദം പറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ വകുപ്പ് മന്ത്രി തന്നെ വർഗീയപരമായ ചിന്തയോടുകൂടിയിട്ടാണ് പ്രവർത്തിക്കുന്ന കേരളത്തിൽ. ഇനിയിപ്പം ബൈ ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എല്ലാവർക്കും നോട്ടീസ് വരാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റീൻ്റെ ഏതെങ്കിലും മുതിർന്ന ഒരു കാരണവർ പറഞ്ഞാൽ മതി, ഇത് ഞങ്ങളുടെ കൂടെയുള്ള സ്ഥലമാണ് എന്ന് മാത്രം പറഞ്ഞ 2 ആളുകൾ സാക്ഷികൾ നിന്നാൽ മതി, അതിനെതിരെ നോട്ടീസ് കൊടുക്കാം. എൻ്റെ സ്ഥലം കൈവശം വെച്ച് പതിറ്റാണ്ടുകളുടെ കൈവശം വെക്കുന്ന ഞാൻ ഒരു വക്കപ്പ് ബോർഡിൽ ഒരു നോട്ടീസ് വരുന്നാൽ എൻ്റെ രേഖ എടുത്ത് പോകേണ്ട ഒരു ഗതികേട് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? വഖഫ് നിയമം ഇന്ത്യയെ വിഴുങ്ങുമോ? മുനമ്പത്തിന് പിന്നാലെ തളിപ്പറമ്പ് വഖഫ് നിയമം ഒരു വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N. ഹരിദാസ് സാറാണ്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ മുനമ്പം വിഷയം നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ തന്നെ കത്തി നിൽക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും തളിപ്പറമ്പ്, അത് വഖഫ് വിഴുങ്ങുവാൻ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. തളിപ്പറമ്പ് ഒരു ഏരിയ അവരെ പൂർവികരാൽ സൃഷ്ടിച്ചിട്ടുള്ള കൈവശം വന്നിട്ടുള്ള ഭൂമി അവരുടേതല്ല എന്ന് പറയുന്ന ഒരു സുപ്രഭാതത്തിലാണ് പറയുന്നത് ഇത് പള്ളി കമ്മിറ്റിയുടെ വഖഫിൻ്റെതാണ് എന്ന്. നിയമം തന്നെ പറയുന്നത് അവർക്ക് ഒരു പ്രത്യേക നിയമമാണ്. മറ്റുള്ളവരെ ഒരു ക്രിസ്ത്യൻ ഒരു ചർച്ചിൻ്റെ ഒരു പ്രദേശത്തൊരു അവരൊരു അവകാശവാദം പറയുകയാണെങ്കിൽ നമുക്ക് കോടതിയിൽ പോവാം. ഒരു ഹിന്ദു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടൊരു സ്വത്തിന് ക്ഷേത്രങ്ങൾ അവകാശവാദം, ദേവസ്വം ബോർഡ് അവകാശവാദം പറയുമ്പോൾ നമുക്ക് കോടതിയിൽ പോകാം. പക്ഷേ ഈ വഖഫ് നിയമത്തിൽ നമുക്ക് കോടതി പോകാനും പോലും പ്രൊസിഷനില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അവിടെ ഒരു കോടതി പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം അവിടെ അന്തിമമായി വിധി കൽപ്പിക്കുന്നതും ആ തീരുമാനമെടുക്കുന്നതും വഖഫ് ബോർഡാണ്. ആ വഖഫ് ബോർഡിന് ഇങ്ങനെയുള്ള അധികാരം കൊടുത്തതാണ് ഇപ്പം മുനമ്പത്ത് അനുഭവിക്കുന്നത്. കാരണം 35 വർഷമല്ല, 60-70 വർഷക്കാലം പഴക്കമുള്ള സ്വത്തുക്കൾ, അവർക്ക് താവഴികളായി കിട്ടിയ സ്വത്തുക്കൾ എൻ്റെതല്ല, ഞാൻ വില കൊടുത്ത് വാങ്ങിയ ഭൂമി എൻ്റെതല്ല എന്ന് പറയുന്നത്. അപ്പോൾ തളിപ്പറമ്പിന് സമാനമായ സംഭവമാണ്. തളിപ്പറമ്പ് ക്ഷേത്ര പരിസരത്തിൻ്റെ ഒക്കെ ഉള്ള സ്ഥലങ്ങൾ, അവിടെ മുസ്ലിം ആളുകളുടെ സ്ഥലവുമുണ്ട്. അതാണ് പള്ളിയിൽ പോകുന്നവരുടെയും പോവാത്തവരുടെയും സ്ഥലമുണ്ട് അവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ വില കൊടുത്ത് വാങ്ങിച്ചതാണ്. വഖഫ് ചെയ്തിട്ടുണ്ടോ എന്ന് അവർക്ക് പോലും അറിയില്ല. അപ്പോൾ വഖഫ് ഭൂമി ഏത്, സാധാരണ ഭൂമി ഏത് എന്ന് ഇപ്പോൾ സമൂഹത്തിൽ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്ന കണ്ണൂർ ജില്ലയിലെ ഒരു താലൂക്ക് ആശുപത്രി, ആ താലൂക്ക് ആശുപത്രി വഖഫ് ഇപ്പം അവകാശവാദം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ കിട്ടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഗവൺമെൻറ് ഭൂമിയാണ്, ഗവൺമെൻറ് ആശുപത്രിയാണ്. പതിറ്റാണ്ടുകളോളം ഗവൺമെൻറ് ആശുപത്രിയായി നിൽക്കുന്ന ഭൂമിയിൽ പോലും സാധാരണക്കാരൻ്റെ ധർമാശുപത്രി എന്ന് പറയുന്ന അഭയകേന്ദ്രമായി നിൽക്കുന്ന സ്ഥലത്ത് പോലും ഇപ്പം പറയുന്നത് അത് വഖഫിൻ്റെ ഭൂമിയാണ് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റി അവകാശവാദം പറഞ്ഞാൽ അത് വഖഫ് ഭൂമിയായി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതിനെതിരെ ഒരു തരിമ്പ് പോലും ഒരു എന്താ പറയേണ്ടത് ഇളക്കം തട്ടിയിട്ടില്ല. ഏതെങ്കിലും ഒരു മുന്നണികൾ ഇന്ന് പോലും പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടില്ല. അത് പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടില്ല. ഈ ഭൂമിക്ക് അവകാശവാദം ഉന്നയിക്കരുതെന്ന് വഖഫിനോട് പറയുന്നില്ല. വഖഫിനോട് പറയാൻ ഗവൺമെൻറ് തയ്യാറല്ല. കാരണം വഖഫിലെ ബോർഡ് അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റാണ്. അപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങളും ഡീമും പാണക്കാട് തങ്ങൾമാരും അതുപോലെ തന്നെ ലീഗ് നേതാക്കന്മാരും ഇടതുപക്ഷ നേതാക്കന്മാരും ഒരുമിച്ചെടുത്ത തീരുമാനമാണ് വഖഫിൻ്റെ തീരുമാനം. ഇവരിപ്പോൾ കണ്ണ് പൊടിയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ജനങ്ങൾ ആകെ അങ്കലാപ്പിലാണ്. അവർക്ക് താവഴികളായി കിട്ടിയിട്ടുള്ള ഭൂമി, അവർ പൈസ കൊടുത്ത് വാങ്ങിച്ച ഭൂമി അവരുടേതല്ല എന്ന് പറയുമ്പോൾ കിടപ്പാടം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്. നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ. CAA വന്നപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, ഇവിടുന്ന് എല്ലാ മുസ്ലിംസിനെയും പറഞ്ഞു വിടും മോഡി സർക്കാർ. ഇവിടെ ഒരാൾക്കും പൗരത്വം കൊടുക്കാൻ മുസ്ലിംസിന് പൗരത്വം കിട്ടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ CAA വന്നപ്പോൾ ഒരു പൗരത്വവും ആരെ നിഷേധിച്ചിട്ടില്ല, ഒരു മുസ്ലിംസിന് പൗരത്വം കൊടുക്കാതിരുന്നിട്ടില്ല. എന്നാൽ വഖഫ് വന്നപ്പോൾ എന്താണ് കുടിയൊഴിക്കുന്ന അവസ്ഥ വഖഫ് വന്നപ്പോഴല്ല. ആ വഖഫ് നിയമത്തിൻ്റെ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് UDF ആണ്, കോൺഗ്രസ് സർക്കാരാണ്. കേന്ദ്രത്തെ കോൺഗ്രസ് അധികാരത്തിലിരിക്കുമ്പോഴാണ് വഖഫ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. അവർക്ക് എല്ലാ വഴിവിട്ട സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളത്, എല്ലാ ആനുകൂല്യം കൊടുത്തിട്ടുള്ളത്, അവർക്ക് നിയമത്തിന് അതീതമായ രീതിയിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി കൊടുത്ത കോൺഗ്രസിൻ്റെ സർക്കാരുകളാണ്. ആ സർക്കാരുകളാണ് ഇപ്പം വെട്ടിലായിട്ടുള്ളത്. അവർക്ക് ഇതിനെതിരായി ശബ്ദിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം ഞാൻ പറയാം, പാലക്കാട് പോലും
ഇപ്പം പാലക്കാട് ഷാഫിപ്പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും SDP-യുമായിട്ടും ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് പോപ്പുലർ ഫണ്ടുമായിട്ടൊക്കെ ചങ്ങാത്തത്തിൽ അവരുടെ ഓഫീസ് വെൽഫെയർ പാർട്ടിയുടെ ഓഫീസിൽ പോയിട്ട് ഇന്ന് സംസാരിച്ചത്, വോട്ട് കച്ചവടം നടത്തിയത്. SDP-യുടെ ഓഫീസിൽ പോയിട്ടാണ് കച്ചവടം നടത്തിയിട്ടുള്ളത്. അപ്പം SDP-യുമായിട്ടും വെൽഫെയർ പാർട്ടിയുമായിട്ടും ഇവിടെ മത തീവ്രവാദ സംഘടനയുമായിട്ട് ചങ്ങാത്തം പിടിച്ച സംഘടനകളാണ് UDF-ഉം LDF-ഉം ആ കാര്യത്തിൽ മത്സരിക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കെതിരായിട്ട് ഒരു കാരണവശാലും ആ ന്യൂനപക്ഷത്തോട് ഇവർക്ക് യാതൊരുവിധ എതിർപ്പും പ്രകടിപ്പിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് കേരളീയ സമൂഹത്തിലുള്ളത്. ഇത് വലിയൊരു അപകടകരമായ അവസ്ഥയാണ്. കേരളത്തിലെ മുനമ്പം വിഷയത്തിലെ ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കുന്നത് BJP അതിൽ മുതലെടുക്കുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ കുടിയിറക്കപ്പെടുന്നത് സാധാരണ ജനങ്ങളാണ്. അതുപോലെ തന്നെ കഴിഞ്ഞിടയ്ക്ക് LDF-ന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി അബ്ദുൾ റഹ്മാൻ ലോഹയിട്ട വൈദികർ അവിടെ വർഗീയവാദം പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് യഥാർത്ഥത്തിൽ ആരാണ് ചെയ്യുന്നത്? അല്ല, ഭരണകക്ഷിയാണ് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത്. കാരണം ഭരണകക്ഷിക്ക് സ്വതന്ത്രമായിട്ടൊരു നിലപാടെടുക്കാൻ സാധിക്കാത്തത് എന്താണ്? അത് ചില കമ്മിറ്റ്മെൻറ്റുകളാണ്. കാരണം മതന്യൂനപക്ഷങ്ങളിൽ എല്ലാവരും ഒരേപോലെ കാണുന്നില്ലല്ലോ. എന്താ ക്രിസ്തീയ വിഭാഗത്തെ ഒരേപോലെ കാണാത്ത? മുസ്ലിം വിഭാഗത്തോട് അമിതമായ പ്രീണനം നടത്തുമ്പോൾ ക്രിസ്തീയ വിഭാഗത്തോട് അവഹേളനമാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ലോഹയുള്ള അച്ഛന്മാരാണ് ഇതൊക്കെ സമരം. കാരണം അച്ഛന്മാരെന്ന് ചെയ്തത് എന്താണ്? അവിടുത്തെ സാധാരണക്കാരനെ കുടിയൊഴിപ്പിക്കുമ്പോൾ 43 ദിവസമായി അച്ഛന്മാർ നേതൃത്വം കൊടുക്കുന്ന സമരം അവിടെ നടക്കുക. അത് CPM നടത്തുന്നവർ സമരമല്ല, അക്രമ സമരമല്ലല്ലോ നടക്കുന്നത്. അവിടെ കാലത്ത് മുതൽ രാത്രി വരെ അവർ പൂർണ്ണമായിട്ട് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ കേരളീയ സമൂഹം ഏത് പൊതുമുതലാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്? എന്നാൽ CPM നടത്തിയ എല്ലാ സമരങ്ങളെടുത്ത് പതിച്ച് എത്ര പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? അപ്പം സാധാരണഗതിയിൽ വളരെ നിശബ്ദരായി സമരം നടത്തുകയാണ്, ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധിക്കാൻ പോലും ഞങ്ങൾക്ക് അർഹതയില്ല എന്നാണ് പറയുന്നത്. അപ്പം മതന്യൂനപക്ഷങ്ങളിൽ ഒരു വിഭാഗത്തിന് മാത്രമേ ഇവിടുത്തെ എല്ലാ ആനുകൂല്യം കിട്ടേണ്ടതുള്ളൂ? ഒരു മതന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗത്തിൻ്റെ മാത്രം വാക്കുകൾ ശ്രവിച്ചാൽ മതിയോ? ഒരു മതവിഭാഗം ഈ രീതിയിലുള്ള കൊടും ക്രൂരത മറ്റുള്ളവരോട് കാണിക്കുമ്പോൾ അതിൽ കണ്ണടച്ചിരിക്കുകയാണ് ഭരണപക്ഷം. സത്യത്തിൽ വകുപ്പ് മന്ത്രി തന്നെ വർഗീയപരമായ ചിന്തയോടുകൂടിയിട്ടാണ് പ്രവർത്തിക്കുന്ന കേരളത്തിലെ വർഗീയമായ ചിന്തയോട് പ്രവർത്തിക്കുന്ന വകുപ്പ് മന്ത്രി ആദ്യം പിടിച്ച് പുറത്താക്കേണ്ടത്. കാരണം വഖഫിൻ്റെ ഇത്രയും കൊടും ക്രൂരത അനുഭവിക്കുന്ന സാധാരണക്കാരൻ്റെ കൂടിയല്ല ഭരണപക്ഷമുള്ളത്. അതുപോലെയല്ല ആ സാധാരണക്കാരൻ്റെ കൂടിയല്ല പ്രതിപക്ഷമുള്ളത്. പ്രതിപക്ഷവും ഭരണപക്ഷവും മുസ്ലിം പ്രീണന സമീപനം സ്വീകരിക്കുക, അവരുടെ കൂടെയായി നിൽക്കുകയാണ്. വഖഫ് ഏത് ഭൂമി ഏറ്റെടുത്താലും കുഴപ്പമില്ല എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പം മതന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷത്തിന് പിന്നെ അവ പറയണ്ട. ഭൂരിപക്ഷം എന്നും ചവിട്ടി മതിക്കുന്ന ഒരു ഭൂരിപക്ഷമാണ് കേരളത്തിലെ ഭൂരിപക്ഷത്തിൻ്റെ അവരെ തമ്മിലടിപ്പിക്കുന്ന, ജാതീയമായി തമ്മിലടിപ്പിക്കുന്ന ഇടത് വലത് മുന്നണികളാണ് കേരളത്തിലുള്ളത്. അത് കോൺഗ്രസ് ഏറെ വിജയിച്ചിട്ടുണ്ട്. കാരണം കുതന്ത്രമായ സമീപനം സ്വീകരിച്ച് ഹിന്ദു വിഭാഗത്തെ ജാതീയമായി വേർതിരിച്ച് തമ്മിലടിപ്പിക്കുന്ന ഒരു സമീപനം കോൺഗ്രസിൻ്റെ ഭാഗത്തുണ്ട്. അതുപോലെ CPM എന്ന മുസ്ലിം പ്രീണന സമീപനം സ്വീകരിച്ചപ്പോൾ അതിൻ്റെ ഇടയിൽ ഹിന്ദു വിഭാഗം അതിൽ നിന്ന് വിട്ടുപോകുമ്പോഴാണ് തിരിച്ചറിവ് വന്നപ്പോൾ ഇപ്പം ഒരു നിഷ്പക്ഷ നിലപാടിലേക്ക് വരുന്നു എന്ന് വരുത്തി തീർക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അവർ എന്നും മുസ്ലിംസിൻ്റെ കൂടെയാണ്. ഞാൻ ചോദിക്കണേ, മുസ്ലിം സംഘടന എന്ന് പറയുന്ന മുസ്ലിം ലീഗിനില്ലാത്ത രീതിയിലുള്ള പ്രീണന സമീപനം മാർക്സിസ്റ്റ് പാർട്ടി വെച്ച് പുലർത്തിയിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അത് തെരഞ്ഞെടുപ്പ് വേളയിലുണ്ടായിട്ടുണ്ട്. അപ്പം ഈ മുനമ്പം പ്രശ്നം എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട പ്രശ്നമല്ല. ഇപ്പം ഗവൺമെൻറ് പറയുന്നത് അത് ഒറ്റപ്പെട്ട വിഷയമാണ്. ഒറ്റപ്പെട്ട വിഷയമല്ല അത്. അതെല്ലാ സ്ഥലത്തുമുണ്ട്. കോഴിക്കോടുമുണ്ട്, കണ്ണൂരുമുണ്ട്, കാസർഗോഡുമുണ്ട്, വയനാടുമുണ്ട്, എല്ലാ ജില്ലകളിലുമുണ്ട്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് 3 ബൈ ഇലക്ഷൻ നടക്കുന്നത് കൊണ്ട് ആ ബൈ ഇലക്ഷൻ നടക്കുന്നതുകൊണ്ടാണ് വ്യാപകമായി നോട്ടീസ് പോകാഞ്ഞത്. ഇനിയിപ്പം ബൈ ഇലക്ഷൻ കഴിഞ്ഞു, ഇനി എല്ലാവർക്കും നോട്ടീസ് വരാൻ പോവുകയാണ്. ഏതെങ്കിലും ഒരു പള്ളി കമ്മിറ്റീൻ്റെ ഏതെങ്കിലും മുതിർന്ന ഒരു കാരണവർ പറഞ്ഞാൽ മതി, ഇത് ഞങ്ങളുടെ കൂടെയുള്ള സ്ഥലമാണ് എന്ന് മാത്രം പറഞ്ഞ 2 ആളുകൾ സാക്ഷികൾ നിന്നാൽ മതി, അതിനെതിരെ നോട്ടീസ് കൊടുക്കാൻ. നോട്ടീസ് കൊടുക്കുന്നതല്ല, ഈ വഖഫിൻ്റെ ഹെഡ് ഓഫീസ് കിടക്കുന്ന എറണാകുളത്താണ്. ഈ നോട്ടീസുമായിട്ട് 15 ദിവസത്തിനുള്ളിൽ നോട്ടീസ് ആർക്കാണോ കൈപ്പറ്റിയുള്ള അയാൾ പോയി വിശദീകരിക്കണം. ഇത് എൻ്റെ സ്വലമാണെന്ന് കാണിച്ച് അതിൻ്റെ രേഖാമൂലം സമർപ്പിക്കണം. എൻ്റെ സ്ഥലം കൈവശം വെച്ച് പതിറ്റാണ്ടുകളുടെ കൈവശം വെക്കുന്ന ഞാൻ ഒരു വഖഫ് ബോർഡിൽ നിന്ന് ഒരു നോട്ടീസ് വരുന്നാൽ ഈ എൻ്റെ രേഖയെടുത്ത് പോകേണ്ട ഒരു ഗതികേട് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയത് ആരാണ്? അപ്പോൾ വഖഫ് ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനവും ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രീണനവും പീഡനവും നടക്കുന്നത്. ഒരു ഭാഗത്ത് പീഡിപ്പിക്കുകയും ഒരു ഭാഗത്ത് പ്രീണിപ്പിക്കുകയും ചെയ്യുന്ന സമീപനം ഗവൺമെൻറ് അറിഞ്ഞുകൊണ്ടാണ്. വലത് ഇടത് രാഷ്ട്രീയ പാർട്ടികൾ, കേരളത്തിലെ തന്നെ നിരവധി MP-മാർ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നു. എന്താണ് അതിൽ BJPയുടെ ഒരു നിലപാട്? അല്ല, BJPയുടെ നിലപാട് വ്യക്തമാണ്.
വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ആ അരക്ഷിതാവസ്ഥ മാറ്റി വഖഫ് നിയമ ഭേദഗതി കൊണ്ടുവരും പാർലമെൻറ്റിൽ എന്ന് BJP വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെതിരാണ്, ആ ഭേദഗതി കൊണ്ടുവരരുത് എന്നാണ് ഇടത് വലത് മുന്നണികൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിയമസഭയിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. നമുക്കറിയാം, ഏത് നല്ല കാര്യം വരുമ്പം അതിനെതിരായിട്ട് മതന്യൂനപക്ഷങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ നിയമസഭകളിലും പ്രമേയം കൊണ്ടുവരുന്ന ഒരു നിയമസഭയാണ് കേരള നിയമസഭ. നമുക്ക് മദനിയുടെ കാര്യം എടുത്ത് പരിശോധിച്ചാലും ഇറാഖും ഇറാനും യുദ്ധം നടന്നപ്പോൾ ഇറാഖിൻ്റെ പ്രസിഡന്റ് സദാം ഹുസൈന് വേണ്ടിയിട്ട് പ്രമേയം കൊണ്ടുവന്നു. എന്തിന് ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ അതിനെതിരായിട്ട് പ്രമേയം കൊണ്ടുവന്നു. മുത്തലാഖ് നിയമം എടുത്തു കളയണം, മുസ്ലിം സഹോദരികളുടെ ജീവിതം തുലക്കുന്ന മുത്തലാഖ് നിയമം 3 തലാഖ് ചൊല്ലിയാൽ അവർക്ക് നിയമപരിരക്ഷ ഇല്ലാതെ തന്നെ അവർക്ക് പുറത്തു പോകേണ്ട ഗതികേട് വന്നപ്പോൾ ആ സ്വാഭാവികമായ ആ ദാമ്പത്യ ജീവിതത്തിൽ നശിച്ചുപോയ മുസ്ലിം സഹോദരിമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുത്തലാഖ് നിയമം കൊണ്ടുവന്നത്. ആ നിയമഗതിക്ക് പോലും എതിരാണ്. അപ്പോൾ മുസ്ലിം മതപ്രീണനം നടത്തുന്നതിന് വേണ്ടിയിട്ട് കേരള നിയമസഭയിൽ ഇടതു വലതു മുന്നണികൾ മത്സരിക്കുകയാണ്. അവർ ഒറ്റ പക്ഷത്താണ്, അവർ രണ്ട് പക്ഷത്തിൽ ഒറ്റ പക്ഷത്താണ്. അപ്പം അതുകൊണ്ടൊന്നും ഈ മുത്തലാഖ് പോലെ നിയമം ഇവിടെ നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പം കേന്ദ്ര ഗവൺമെൻറ് നിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ കൊണ്ടുവരുന്ന ഒരു ഗവൺമെൻറ്റാണ് മോഡി ഗവൺമെൻറ്. ഒരു പരിരക്ഷയും ഒരു പ്രത്യേക തരം പരിരക്ഷ ആർക്കും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുൻപ് വിഷയത്തിൽ BJPയുടെ യഥാർത്ഥ നിലപാട് അറിയിച്ചുകൊണ്ട് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ നന്ദി പറയും.